കൃഷ്ണേന്ദു, ഡ്രൈവിംഗ് ടെസ്റ്റും സംബന്ധിച്ച് നിരവധി വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ലേണേഴ്സ് ടെസ്റ്റും ഡ്രൈവിംഗ് ടെസ്റ്റും ഒന്നും കൃത്യമായി നടക്കുന്നില്ല. മൊത്തം അവതാളത്തിലാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മന്ത്രി ഇതിലൊരു അടിമുടി മാറ്റം അല്ലെങ്കിൽ ഒരുപാട് തിരുത്തൽ നടപടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കണം. പക്ഷെ അതിനു മുൻപ് CP ജോൺ അധികാരത്തിൽ ഗതാഗത മന്ത്രിയായി കയറിയത് മുഴുവന് തുടക്കം മുതലേ ഒരു ശകുനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അടിമുടി പ്രശ്നമാണ്. തുടക്കം മുതലേ ഇപ്പോൾ വരെയും നിരന്തരം ഗതാഗത വകുപ്പിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യം പ്രിയദർശിനി ബസ്സുമായി ബന്ധപ്പെട്ടായിരുന്നു സ്ത്രീ സൗജന്യ യാത്ര. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രൈവറ്റ് ബസ് ഉടമകൾ UDF അധികാരത്തിലേൽക്കുന്ന സമയത്തൊക്കെ തന്നെയും UDF ജയിച്ച സമയത്തൊക്കെ തന്നെയും വലിയ പടക്കം പൊട്ടിച്ചും വലിയ ആഘോഷങ്ങളോടെയാണ് അവരെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അവസാനം പ്രൈവറ്റ് ബസ് ജീവനക്കാർ തന്നെ ഇതൊക്കെ തിരുത്തി പറയുന്ന ഒരു സ്ഥിതി കൂടെ ഉണ്ടായി. അപ്പോൾ സ്ത്രീ സൗജന്യ പ്രിയദർശിനി ബസ്സുമായി ബന്ധപ്പെട്ട് സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് ഒരു അവ്യക്തത തുടക്കം മുതലേ വന്നു. KSRTCയും അതുപോലെ പ്രൈവറ്റ് ബസ് ജീവനക്കാരും തമ്മിലൊരു അവ്യക്തത വന്നു. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നുള്ള വാർത്തകളൊക്കെ സംബന്ധിച്ച് നിരന്തരം ഗതാഗത വകുപ്പ് പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ AI ക്യാമറ വീണ്ടും പുനരാരംഭിക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. നല്ല കാര്യം, കാരണം അതൊരു അവതാളത്തിൽ കിടക്കുമായിരുന്നു. കടം ഉൾപ്പെടെ വീട്ടാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഇപ്പോഴും ഈ AI ക്യാമറയെ ബന്ധപ്പെട്ട പിഴ ഇത്രയും നാൾ മുടങ്ങിക്കിടന്നത് ഇനി ആളുകളിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയും വന്നിട്ടില്ല. അപ്പോൾ പല കാര്യങ്ങളും തീരുമാനങ്ങൾ എടുക്കാൻ ഗതാഗത വകുപ്പ് നേരത്തെ തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും പല കാര്യങ്ങൾക്കകത്തും അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുള്ളതാണ്. ഇതിൽ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടാണ്, ലേണേഴ്സ് ലൈസൻസുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രശ്നങ്ങളായിരുന്നു കേരളത്തിലാകെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതായത് ഇതിൽ മുൻ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറേ നാൾ ആ ഒരു പ്രോസസ്സ് നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കേസുകൾ ഒരുപാട് അപേക്ഷകളൊക്കെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ. അപ്പോൾ അത് മാറ്റാനാണ് CP ജോൺ ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റും അല്ലെങ്കിൽ ലേണേഴ്സ് ടെസ്റ്റിലൊക്കെ അടിമുടി മാറ്റമാണ് CP ജോൺ ഇപ്പോൾ വരുത്താൻ പോകുന്നതിൽ. ഈയിടെയായിട്ട് വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്ന ഒരു വാർത്തയായിരുന്നു. അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഭയങ്കര അവതാളത്തിൽ കിടക്കുകയാണ്, നിരവധി പേരുടെ അപേക്ഷകളൊക്കെ കെട്ടിക്കിടക്കുന്നു. അപ്പോൾ അതിനൊരു മാറ്റം കൊണ്ടുവരാനാണ് പോകുന്നത്. ഇപ്പോൾ വാർത്തകൾ വരുന്നത് പ്രകാരം പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് അതിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ബുക്കിംഗ് തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് സ്ലോട്ടുകളൊക്കെ ലഭ്യമാക്കുമെന്നാണ് വാർത്തകൾ. കൂടാതെ പ്രതിദിന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം 40 നിന്ന് 50 ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ അടുത്ത 3 മാസത്തേക്ക് ആഴ്ചയിൽ 5 പ്രവൃത്തി ദിനങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും. കൂടാതെ ഇതൊക്കെ നന്നായി നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറെ കൂടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം മന്ത്രി ഗണേഷ് കുമാർ നടത്തിയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്. അതായത് ഈ ഡ്രൈവിംഗ് ലൈസൻസിൽ പരീക്ഷ ക്രമക്കേട് ഉൾപ്പെടെ നടന്നിട്ടുണ്ട്, പരീക്ഷയിൽ തട്ടിപ്പ് ഉൾപ്പെടെ നടന്നിട്ടുണ്ടെന്ന ഗുരുതര പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള പരാതിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ, അത് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി മോണിറ്റർ ചെയ്യാനായി KB ഗണേഷ് കുമാർ മുന്നിട്ടിറങ്ങിയിരുന്നു. അതിൽ ഈ മോണിറ്റർ സംവിധാനം നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സമയത്ത്, ടെസ്റ്റിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സമയത്ത് CIT ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഉയർത്തിയിരുന്നു. പക്ഷെ അതൊന്നും കണക്കിലെടുക്കാതെ ആ ടെസ്റ്റ് നിയന്ത്രണവുമായിട്ട് KB ഗണേഷ് കുമാർ മുന്നോട്ട് പോയി. അതുപോലെ 18 വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾ മാത്രമേ ടെസ്റ്റിന് ഉപയോഗിക്കാവൂ. അതുപോലെ ടെസ്റ്റ് വാഹനങ്ങളിൽ ക്യാമറ വയ്ക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കുമെന്നെല്ലാം അന്നത്തെ ഉത്തരവിലുണ്ടായിരുന്നു. തുടർന്ന് ഡ്രൈവിംഗ് സ്കൂളുകളിൽ കടുത്ത എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു. ഇതോടെ ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളുടെ പഴക്കം തന്നെ 18 നിന്ന് 22 വർഷം വരെയായി ഉയർത്തി. അങ്ങനെ വലിയ മാറ്റങ്ങളാണ് KB ഗണേഷ് കുമാർ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. KB ഗണേഷ് കുമാറിനെ പറയുമ്പോഴും KSRTCക്ക് ഒരു പുതുജീവൻ കൊടുത്തൊരാളും കൂടെയാണ്. ആന്റണി രാജുവിൽ നിന്ന് KB ഗണേഷ് കുമാർ ഈ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഒരു പുതുജീവൻ കൊടുത്തൊരു ആളും കൂടെയാണ്. ഞാൻ ഉൾപ്പെടെ KSRTCയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് KSRTCയിലെ ഒരു കണ്ടക്ടർ പറയുകയുണ്ടായിരുന്നു, ഗണേഷ് സാറ് അടിപൊളിയാണ്, സാറ് നന്നായി പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാം നമുക്ക് കൃത്യമായി കിട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താണ് ഈ അവ്യക്തത? എപ്പോഴും വാർത്തകൾ നിരന്തരം ഈ
ഗതാഗത വകുപ്പുമായി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ അവ്യക്തത എന്നുള്ളതിലാണ് എനിക്ക് സംശയം നിലനിൽക്കുന്നത്. മന്ത്രി CP ജോൺ ഇടപെടുന്നില്ല എന്നുള്ളതല്ല, പക്ഷെ പല തീരുമാനങ്ങൾക്കകത്തും ഇനിയും കുറെ കൂടെ ക്ലാരിറ്റി അദ്ദേഹം വരുത്തേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. പക്ഷേ ഈ ഒരു ലൈസൻസ് നടപടികളിൽ പുതിയ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ബുക്കിംഗ് തീയതി 1 മുതൽ 30 ദിവസത്തിനുള്ളിൽ പുതിയൊരു ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് അവർക്കൊരു സ്ലോട്ട് കൊടുക്കുക. അതായത് 30 ദിവസത്തിനുള്ളിൽ ഒരു സ്ലോട്ട് നൽകുക എന്നാണ് പുതിയൊരു മാറ്റം. നേരത്തെ സംസാരിച്ചു. റീടെസ്റ്റ് ഡ്രൈവിംഗ് ലൈസൻസ് സ്ലോട്ടുകൾ 8 ദിവസത്തിനുള്ളിൽ ലഭ്യമാകും. അതായത് ഒരിക്കൽ ലഭിക്കാത്തവർക്ക് വീണ്ടും 8 ദിവസത്തിനുള്ളിൽ. കൂടാതെ മൂന്നാമതായി വരുന്നത് ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് സ്ലോട്ട് 3 ദിവസത്തിനുള്ളിൽ ലഭ്യമാകും എന്നുള്ളതാണ്. അതിൽ ഫിറ്റ്നസ് പരിശോധനയും ഡ്രൈവിംഗ് ടെസ്റ്റും 1 ദിവസം പാടില്ലെന്ന നിബന്ധനയും മാറ്റിയിട്ടുണ്ട്. കൂടാതെ മറ്റെല്ലാ ജോലികളും മാറ്റിവെച്ചാണെങ്കിലും 3 മാസം കൊണ്ട് കെട്ടിക്കിടക്കുന്ന ഈ അപേക്ഷകളിൽ ഒരു തീർപ്പ് ഉണ്ടാക്കണമെന്നും മന്ത്രി കമ്മീഷണർക്ക്, അതായത് ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശം അങ്ങനെയാണ്. അപ്പോൾ ആദ്യ ടെസ്റ്റ് തോറ്റാൽ 8 ദിവസത്തിനകം തന്നെ രണ്ടാം ടെസ്റ്റിന് ഒരു സമയം നൽകണമെന്നും പറയുകയാണ്. ഇത് എന്താണ്, ടെസ്റ്റ് എഴുതി രണ്ടാമത് എഴുതുന്നവർക്ക് കുറച്ചുകൂടി കാര്യം എളുപ്പമാക്കുകയാണല്ലേ ചെയ്യുന്നത്. അങ്ങനെയും നമുക്കിതിനെ കണക്കിലാക്കാം. പക്ഷേ വേഗത്തിൽ കിട്ടാനുള്ള ഒരു നടപടി ഉണ്ടാകും. പക്ഷെ ഇതിൽ ഈ പറയുന്നത് പോലെ കൃത്യമായി മോണിറ്റർ സംവിധാനം ഉറപ്പാക്കണം. ഇതിൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൂടെ വന്നിരുന്നു. RC ബുക്കിനുള്ള പൈസ അടച്ചിട്ട് പോലും RC ബുക്ക് കിട്ടാത്തൊരു നിലയുണ്ടായിരുന്നു. അതിൽ കാലതാമസം ഉൾപ്പെടെ നേരിടുന്നുണ്ട്. അപ്പോൾ നിരന്തരം ഈ ഗതാഗതമോ അല്ലെങ്കിൽ ലേണേഴ്സും ലൈസൻസും RC ബുക്കും ഒക്കെ സംബന്ധിച്ച് ഇത്തരം വാർത്തകൾ വരുമ്പോൾ അതിലെ പിഴവുകൾ കണ്ടെത്താൻ കൂടെ CP ജോൺ ശ്രമിക്കുകയാണെങ്കിൽ ഗതാഗത വകുപ്പ് കുറച്ചും കൂടെ കാര്യക്ഷമമായി പ്രവർത്തിക്കും. അതുപോലെ പൊതുവെ പറയുന്നൊരു കാര്യമാണ് MVDയുടെ അഴിമതി ആരോപണങ്ങൾ. അഴിമതിയാണ് അവർ ഫോക്കസ് ചെയ്യുന്നതെന്നൊക്കെ പൊതുവെ ഒരു വാർത്തകൾ അല്ലെങ്കിൽ സംസാരങ്ങൾ നമ്മുടെ നാട്ടിൽ പൊതുവെയുണ്ട്. അപ്പോൾ ഈ അഴിമതി ആരോപണങ്ങൾ തടയിടാൻ സാധിക്കണം. അപ്പോൾ നമുക്കറിയാം പല മന്ത്രിമാരും മിന്നൽ പരിശോധന നടത്തുകയാണ് അല്ലേ. ഇപ്പോൾ KSRTCയിൽ ഉൾപ്പെടെ മിന്നൽ പരിശോധന നടത്തിയിട്ടുണ്ട്. അപ്പോൾ മിന്നൽ പരിശോധന KSRTC ഡിപ്പോകളും അല്ലെങ്കിൽ അത് മാത്രം കേന്ദ്രീകരിച്ചു പോകാതെ RTO ഓഫീസുകളിലൊക്കെ കേന്ദ്രീകരിച്ച് മാത്രം പോകാതെ എല്ലാവരിലേക്കും ഇത് എത്തിക്കാൻ കൂടെ ശ്രമിക്കണം. എല്ലാ മേഖലകളിലും ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഈ പരിശോധന കൃത്യമായി നടത്തണം. അത് മന്ത്രി എല്ലായിടത്തും നേരിട്ടെത്തുക എന്നുള്ളത് പ്രായോഗികമല്ല. അതെ, അതിലും ഈ പറയുന്ന അഴിമതിയോ പക്ഷഭേദമോ സ്വജനപക്ഷമോ ഒന്നുമില്ലാതെ തന്നെ മുന്നോട്ട് പോകാനായിട്ടും സാധിക്കണം. അപ്പോൾ നിലവിൽ കുറേ പ്രശ്നങ്ങളുള്ള ഒരു സെക്ഷനായി ഒരു വകുപ്പായി ഗതാഗത വകുപ്പ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പല അടുത്ത് വരുന്ന വാർത്തകളിൽ നിന്നും. എന്നാൽ അതിനെയൊക്കെ മറികടക്കാൻ CP ജോൺ ശ്രമിക്കുന്നു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരു മെറിറ്റായിട്ട് നമുക്ക് കണക്കിലെക്കാം. അതെ, പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി വരും ദിവസങ്ങളിലെ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ KSRTCയിൽ കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ തന്നെയും ഇദ്ദേഹം എങ്ങനെയായിരിക്കും നേരിടാൻ പോകുന്നത്, ശമ്പളം ഉൾപ്പെടെ ഇപ്പോൾ 0 ടിക്കറ്റിൻ്റെ കാലമാണ്. അപ്പോൾ ശമ്പളം ഉൾപ്പെടെ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യാൻ പോകുന്നത്, KSRTC ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം ലഭിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം ഈ പ്രിയദർശിനി സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് പൈസ കടത്തിലാവും അല്ലെങ്കിൽ നമ്മുടെ വരുമാനം കുറയുമെന്നൊക്കെയാണ് പൊതുവെ നമ്മൾ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ കേരളമാകെ ചർച്ച ചെയ്തിരുന്ന ഒരു കാര്യം. ഇതുകൊണ്ട് പ്രിയദർശിനി സൗജന്യ യാത്ര കൊണ്ട് ഈ പ്രൈവറ്റ് ബസ് ജീവനക്കാർ പ്രശ്നത്തിലായി എന്നത് ഒരു സൈഡിൽ നിൽക്കെ തന്നെ KSRTCയെയും ഇത് മോശമായി ബാധിക്കുമ്പോൾ അത് എങ്ങനെയെങ്കിലുമൊക്കെ പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. അടിയന്തരമായി സാങ്കേതികമായി ശാസ്ത്രീയമായി ഇത് പരിഹരിക്കേണ്ട വിഷയമാണ്. അപ്പോൾ എങ്ങനെയാണ് CP ജോൺ ഇതൊക്കെ മറികടക്കാൻ പോകുന്നത്? കാരണം നിറയെ വെല്ലുവിളികളാണ് അദ്ദേഹം 2 മാസത്തിനിടയ്ക്ക് ഏറ്റെടുക്കാൻ പോകുന്നത്. ബസ്സുമായി ബന്ധപ്പെട്ടും KSRTCയെ ബന്ധപ്പെട്ടൊക്കെ നിറയെ അവ്യക്തതകളൊക്കെ നിലനിൽക്കുമ്പോൾ എങ്ങനെ ഇത് മറികടക്കുമെന്നുള്ളത് ഇപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ്.